നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു വിജയം കാണുമ്പോൾ അസൂയ തോന്നാറുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിൽ നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവരോടോ അതിയായ ദേഷ്യവും വാശിയും ഒക്കെ തോന്നാറുണ്ടോ? എങ്കിൽ മാത്രം നിങ്ങളെ കാത്തു നിൽക്കുന്നത് അത്യുജ്വലമായ വിജയമാണ്. ഞാൻ ഓച്ച് റഹ്മാൻ നിങ്ങളുടെ ഇന്നർ പവർ എങ്ങനെ ഉണർത്താം എന്നുള്ളത് നമുക്ക് പഠിക്കാം. അസൂയ, ദേഷ്യം ഇതൊക്കെ നെഗറ്റീവാണെന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചത് ദുർബലരായിട്ടുള്ള മനുഷ്യന്മാരാ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്ന് ലോകം ഭരിക്കുന്ന കോടീശ്വരന്മാരും വലിയ വ്യവസായികളും അവരൊരിക്കലും ഈ വികാരങ്ങളെ അടിച്ചമർത്താറില്ല. മറിച്ച് അത് അവരെന്തിനു ഉപയോഗിക്കുന്ന അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള അതിശക്തമായിട്ടുള്ള റോക്കറ്റ് ഇന്ധനമായിട്ടാണ്. അതായത് ദേഷ്യം, അസൂയ, സങ്കടം ഇതൊക്കെയുള്ള ആളുകളല്ലേ ജീവിതത്തിൽ വലിയ വിജയം നേടിയിട്ടുള്ളത്. അവർ ഈ വികാരങ്ങളൊക്കെ ഒരു മോട്ടിവേഷൻ ആക്കിയിട്ട് മാറ്റിയിട്ടില്ലേ? പുരാതന കാലത്ത് സാധാരണ ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഒരു രഹസ്യവിദ്യയായിട്ട് അതിൻ്റെ പേരാണ് ആൽക്കമി. ദ ആൽക്കമിസ്റ്റ് എന്നൊക്കെ കേട്ടില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അസ്വസ്ഥതകളുണ്ടല്ലോ, അതിനെ നിങ്ങളുടെ വിജയത്തിനുള്ള സ്വർണമാക്കി മാറ്റുന്ന മാനസികമായിട്ടുള്ള ആൽക്കമിയാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ആധുനിക ന്യൂറോ സയൻസ് പ്രകാരം നിങ്ങൾക്ക് വാശിയോ അസൂയയോ ദേഷ്യമോ തോന്നുമ്പോൾ നിങ്ങളുടെ തലയിൽ വലിയ അളവിൽ അഡ്രിനലിനും അതോടൊപ്പം ഡോപ്പമിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് നിങ്ങളെ തളർത്താൻ വേണ്ടിയിട്ടല്ല വരുന്നത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ സൃഷ്ടാവ് അത് ഉണരുന്നതിൻ്റെ ലക്ഷണമാണ്. ആ അപാരമായ ആ ഊർജത്തെ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കരുത്. ഇല്ല, ഞാൻ വളരെ നൈസ് കൈ ആണ്. നിങ്ങളിപ്പോൾ ഈ സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിനിമ നടന്മാർ തമ്മിലൊക്കെ നല്ല വാശിയും ദേഷ്യവും ഒക്കെ ഉണ്ടല്ലേ. അവരൊക്കെ ദേഷ്യങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ടാണോ ജീവിക്കുന്നത്? അസൂയ ഇല്ലാണ്ടാക്കിയിട്ടാണോ ജീവിക്കുന്നത്? അസൂയ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള അസൂയ എന്ന് പറഞ്ഞാൽ അവന് വളർന്നോട്ടെ, അവൻ ഇനിയും വളരട്ടെ, അവൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, പക്ഷേ ഞാൻ അവനെക്കായും വളരും, അല്ലേ? അതല്ലേ പോസിറ്റീവായിട്ടുള്ള അസൂയ. അപ്പോൾ നമ്മളുടെ ഈ അസൂയനും ദേഷ്യത്തിനും നമ്മൾ ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, സങ്കടത്തിനെയും ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോഴാണ് ഇത് തലയിലൊരു ഭാരമായിട്ട് മാറുന്നത്. ഇന്ന് മുതൽ സമൂഹവും സംസ്കാരമൊക്കെ അടിച്ചേൽപ്പിച്ചുള്ള ആ പഴയ ചിന്താഗതികളുണ്ടല്ലോ, ഇതൊന്നും പാടില്ല, അതൊന്നും പറ്റൂല, അതൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന വികാരങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്തതൊരു മനുഷ്യന്മാരില്ല, ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പം ഇതൊന്നും ഇല്ലാത്ത ആളാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ചിന്താഗതികളൊക്കെ അങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് നമുക്കുള്ളിലുള്ള ഈ ഡാർക്ക് എനർജിനെ ഇരുട്ടുണ്ടെങ്കിലല്ലേ വെളിച്ചുണ്ടാവുള്ളൂ, അല്ലേ? അതിനെ ലോകം കീഴടക്കാനുള്ള കരുത്താക്കിയിട്ട് നമുക്ക് മാറ്റാന്നേ. ഈ 3 കാര്യങ്ങളൊന്നും പരിശീലിക്കണം. ഒന്ന്, ഈ അസൂയയെ നമുക്ക് ആരോഗ്യകരമായൊരു വാശി എന്നുള്ള രീതിയിലേക്ക് ആക്കി മാറ്റണം. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസൂയ ഉണ്ടല്ലോ, അതിനെ യാതൊരു കുറ്റബോധവും ഇല്ലാതെ അംഗീകരിക്കുക. എനിക്ക് നല്ല അസൂയ തോന്നുന്നുണ്ട്, അംഗീകരിക്കുക. എന്നിട്ട് എൻ്റെ അറിവും കഴിവും വെച്ച് അവരെക്കാൾ വലിയൊരു സാമ്രാജ്യം ഞാൻ കെട്ടിപ്പടുക്കും എന്ന അതിശക്തമായ ഒരു വാശിയിലേക്ക് ഈ ഊർജത്തെ നമ്മൾ സുഗമമായി തിരിച്ചു വിടുക. ആദ്യം ഇങ്ങനൊരു ഊർജം ഇല്ല, ഇങ്ങനൊരു സംഗതി ഇല്ല, ഞാൻ വളരെ നൈസ് കൈയാണ്, എനിക്കൊരിക്കലും അസൂയ തോന്നാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബ്ലോക്കാവും. അതിനങ്ങ് അംഗീകരിക്കുക, എന്നിട്ട് അതിനെ ക്രിയാത്മകമായ രീതിയിൽ തിരിച്ചു വിടുക. 2ാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ദേഷ്യമുണ്ടല്ലോ, അതിനെ നമ്മൾ ആക്ഷനാക്കി മാറ്റുക. നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന തിരിച്ചടികളില്ലേ, അപ്പോഴുണ്ടാകുന്ന ദേഷ്യമില്ലേ, അതിനെ വെറുതെ അങ്ങ് സങ്കടപ്പെട്ട് തീർക്കരുത്. അത് നല്ലൊരു പവറാണ്. ദേഷ്യം പിടിക്കണമെങ്കിൽ നല്ല പവർ വേണം, ഒന്ന് വിവരം വേണം, ബുദ്ധി നന്നായിട്ട് വർക്ക് ചെയ്യണം. ആ ദേഷ്യത്തിനെ ലേസർ പോലെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു പ്ലാൻ, അതാ ദേഷ്യം ഉണ്ടെങ്കിൽ വരുള്ളൂ, നമ്മൾ ആരെങ്കിലും ഒന്ന് ഇളക്കേണ്ടി വരും. ആ പ്ലാൻ ഇന്ന് തന്നെ നടപ്പിൽ വരുത്താനുള്ള ഊർജം തേടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ ഊർജമാണത്. ഈ ഊർജത്തിൻ്റെ ഇന്ധനം ഉപയോഗിച്ചിട്ട് അത് നടപ്പിൽ വരുത്തുക. 3ാമത്തത്, വിജയത്തിനോടുള്ള ഭ്രാന്തമായിട്ടുള്ളൊരു തൃഷ്ണ, അതിനെ ഉണർത്തണം. എനിക്ക് വിജയിക്കണം, എനിക്ക് ഒന്നാമനാവണം. ഇത് ഈഗോ ആണ്, സമ്മതിച്ചു. അതിനെ ഒളിച്ചു വെക്കരുത്. ആ വാശി, അതാണ് നിങ്ങളുടെ ആ നെർവൽ സിസ്റ്റത്തിനൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അജയ്യനാക്കി മാറ്റുന്നത് ആ വാശിയാണ്. കാരണം നിങ്ങൾ ഭയത്തിൻ്റെ കെട്ടുപാടുകളിൽ ഒളിച്ചിരുന്നിട്ട് മൃഗീയമായ ദുർബലതകളുണ്ടല്ലോ, വിഷമിച്ചിരിക്കുക, നെഗറ്റീവ് ലെവലിലേക്ക് ഈ അസ്വസ്ഥതകളെ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ അതനുഭവിക്കാനുള്ളവനല്ല നിങ്ങൾ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടല്ലോ, നിങ്ങളുടെ യാഥാർത്ഥ്യം,
അത് നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരാൻ കെൽപ്പുള്ളവനാണ് നിങ്ങൾ. അതിന് നമ്മുടെ ആന്തരികമായ ഊർജ്ജത്തിന് നമുക്ക് ഉണർത്തണം. എല്ലാ ദിവസവും ഞങ്ങൾ പരിശീലിക്കുന്നുണ്ട് IEAS എനർജി ആക്ടിവേഷൻ സിസ്റ്റം. എല്ലാ ദിവസവും 7:30 ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആളുകൾ എന്നോടൊപ്പം ആന്തരികമായ ഊർജ്ജത്തിനെ ഉണർത്തുന്ന പരിശീലനങ്ങൾ ഞങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. ഏതായാലും നമ്മുടെ വാശി, ദേഷ്യം ഒന്നും ഒളിപ്പിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഒന്നും ഇനി ഒളിപ്പിക്കാനില്ല. ഈ ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ട് വരണം. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അത് ഈ ആന്തരികമായ ഊർജ്ജങ്ങളൊന്നും തടയാതെ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിനൊരു ഇന്ധനമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിതം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ എത്തിച്ചേരാം. നിങ്ങളെ ഒരു തേരാളിയായി നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇല്ലേ, ഭയം, അതിനെ നമ്മുടെ ഏറ്റവും വലിയ വിജയത്തിലുള്ള കോമ്പസ്, ദിശ നൽകുന്ന യന്ത്രമില്ലേ, വടക്ക് നോക്കി യന്ത്രം അല്ലേ എന്ന പോലത്തെ കോമ്പസ്, അത് എങ്ങോട്ട് തിരിഞ്ഞാലും പറഞ്ഞില്ല, ആ ഭയം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഈ കോമ്പസ് പോലെ നമ്മുടെ ലക്ഷ്യത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഇന്ധനമാക്കിയിട്ട് നമ്മൾ ഈ ഭയത്തിനെ എങ്ങനെ മാറ്റും എന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. നിങ്ങളുടെ മനസ്സിനെ തീജ്വാലകളാക്കി മാറ്റാൻ പോകുന്ന ഈ അറിവുകൾക്കായി അത്യുത്സാഹത്തോടു കൂടി തന്നെ നിങ്ങൾ കാത്തു നിൽക്കുക.